നമസ്കാരം. ഞാൻ ദിലീപ്. ഞങ്ങൾ എൻ്റെ ചേട്ടനാണത്, ദിനേഷ്. എൻ്റെ അമ്മ, എൻ്റെ വൈഫാണ് ബിജിഷ. എൻ്റെ മക്കളാണത്, 3 പേരുണ്ട്. ദേവന, ദിൽഷ, ദിൽന, അത് ചേട്ടൻ്റെ വൈഫാണ്. ചേട്ടൻ്റെ മകനാണ് വസുദേവ്. അപ്പോൾ ഞങ്ങളുടെ ഇതൊരു പഴയെന്ന് അത്ര പഴയതല്ല എങ്കിൽ പോലും ഒരു പഴയൊരു തറവാടായിരുന്നു. അപ്പോൾ അതിൽ ബെഡ്റൂമെല്ലാം ഭയങ്കര കൺജസ്റ്റഡായിരുന്നു, വളരെ ചെറിയ ബെഡ്റൂമുകളായിരുന്നു. അതുപോലെ തന്നെ ടോട്ടലി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഒരു എനർജി ആയിരുന്നു ആദ്യം. ഒട്ടും ലൈറ്റ് ഇല്ലായ്മ, അതുപോലെ തന്നെ എന്താ പറയുക, എയർ സർക്കുലേഷനൊക്കെ വളരെ കുറവുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളിതൊരു റിനോവേറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനായിട്ട് ഞങ്ങളിങ്ങനെ കുറേ ആലോചിച്ചു, കുറേ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വഴിയാണ് ഞാൻ നിർമ്മാണിയും അതുപോലെ തന്നെ ലതീഷ് മേനോനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ലതീഷ് വന്നു, കണ്ടു. എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ ഏത് രീതിയിലുള്ളൊരു വീടാണ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല ലൈറ്റും അതുപോലെ തന്നെ എയർ സർക്കുലേഷനുള്ളൊരു വീടാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ബെഡ്റൂം ആയാലും ശരി, കുറച്ചും കൂടിയും ഏരിയ ഒക്കെ കൂടുതലുള്ളൊരു ബെഡ്റൂം വേണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ചാണ് പിന്നെ ലതീഷ് മേനോനാണ് കംപ്ലീറ്റ് അതിൻ്റെ ഡിസൈൻ ചെയ്തതും അതിൻ്റെ പ്ലാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലതീഷ് ഞങ്ങളെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഞങ്ങളതിൽ വളരെ പ്ലാനൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പിന്നെ കൺസ്ട്രക്ഷൻ വർക്കുകളും ബാക്കിയുള്ള കാര്യങ്ങളും ലതീഷിനെ തന്നെയാണ് ഏൽപ്പിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളെ എല്ലാ ടോട്ടൽ കോർഡിനേഷൻ നിർമ്മാണം അതുപോലെ തന്നെ ലതീഷിൻ്റെയും സൂപ്പർവൈസേഴ്സായാലും ബാക്കിയുള്ള എൻജിനീയേഴ്സായാലും അവർ വഴിയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത്. ടോട്ടൽ ഒരു സൂപ്പർവിഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ് ലതീഷ് മേനോൻ്റെ ആയിരുന്നു ഇത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കടന്നു. ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പല ഡിസൈൻസ് കാണിച്ചു. അങ്ങനെ ഒരുപാട് ഡിസൈൻസ് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നൊരു ഡിസൈനിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ടോട്ടലി നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വന്നു. കാരണം നമ്മുടെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ ഫാമിലിയുടെ വലിയൊരു താങ്ക്സ് ഉണ്ട് നിർമ്മാണം അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മുടെ ലതീഷ് മേനോനോട്. വിഷ ദിലീപിൻ്റെ വൈഫാണ്. ഇതിന് ചേച്ചി പിന്നെ ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിചാരിക്കാനേക്കാളും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് പോലെയായിരുന്നു. ഞങ്ങളുടെ ഡ്രീം കം ട്രൂ ആണ്. മെയിനായിട്ട് ഞങ്ങൾക്ക് കിച്ചണാണ്. കിച്ചണിൽ ഒട്ടും ലൈറ്റ് ഉണ്ടായില്ല. അത് ചേച്ചിക്ക് അറിയാമല്ലോ. ചേച്ചി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പിന്നെ മഴ ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ എല്ലാം മൈന്യൂട്ടായിട്ട് എല്ലാ കാര്യങ്ങൾ രതീഷ് സാറ് ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും 2 ഇരട്ടി കൂടുതലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ഫാമിലീൻ്റെ ത്രൂ ഭയങ്കര താങ്ക്സ് ഉണ്ട് സാറിനോടും നിർമ്മാൺ ടീമിനോടും.
നമസ്കാരമുണ്ട്. എൻ്റെ പേര് ദിനേഷാണ്. കാക്കനാട്ട്, വീട് എടത്തിരുത്തിലാണ്. ഇതമ്മ, അനിയൻ, ഞങ്ങളുടെ ഫുൾ ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീടെന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി വീട് ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ അത് നമ്മളിങ്ങനെ അന്വേഷിച്ച് വെച്ച് ചെന്ന് പെട്ടത് ഒരു പുലിയുടെ അടുത്തായിരുന്നു. ആ പുലി അത് സൂപ്പറായിട്ട് ചെയ്ത് തന്നു. യതീഷ് മനോ എന്നാണ് ആളെ പേര്. ആളത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ വിചാരിച്ചാലും വലിയ സ്വപ്നമായിരുന്നു അത്. ആ സംഭവം ആൾ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. അതിന് വളരെ താങ്ക്സ്.